കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിന് സുനിൽദാസ് നേതൃത്വം നൽകിയത്. ശ്രീനിവാസന്റെ സംസ്കാര വേളയിൽ സുനിൽ സ്വാമി എന്ന് പേര് കേട്ട ഒരു വിദ്വാൻ, പേര് കേട്ടതും പേര് കേൾപ്പിച്ചതുമാണ്. വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇയാൾ തട്ടിപ്പ് വീരൻ സുനിൽ സ്വാമി എന്ന സുനിൽദാസ് ആയിരുന്നു. കുടുംബം ഇയാളെ ചടങ്ങുകൾക്ക് ക്ഷണിച്ചിരുന്നില്ല. അവിടെ വന്ന് അയാൾക്കറിയാവുന്ന കംപ്ലീറ്റ് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ആ ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്നു. അപ്പോൾ ശ്രീനിവാസൻ്റെ മകന് കടക്കട പട്ടി പുറത്ത് എന്ന് പറയാമായിരുന്നു. ആരാണ് ഇവിടെ വിളിച്ചത്, ക്ഷണിക്കാതെ വന്ന് നീ ഇറങ്ങിപ്പോടാ എന്ന് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. കാരണം അവർ വൈകാരികമായിട്ട് മറ്റൊരു മാനസികാവസ്ഥയിലാണ്. പാലക്കാട് മുതലമട സ്നേഹം ട്രസ്റ്റിന്റെ ചെയർമാനാണ് സുനിൽ. ഇയാൾക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി തട്ടിപ്പ് കേസുകളുണ്ട്. ഇയാൾ ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. മുതലമടയിലെ സ്നേഹം ട്രസ്റ്റിന് റിസർവ് ബാങ്ക് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കാണിച്ച് വ്യാജമായി കത്ത് നിർമ്മിച്ചായിരുന്നു പ്രധാന തട്ടിപ്പ്. ഇത് കാണിച്ച് വ്യവസായിയിൽ നിന്ന് 3 കോടി രൂപ വരെ ഇയാൾ കടമായി വാങ്ങിയിരുന്നു. നടിമാരെ അടക്കം ഇയാൾ പറ്റിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇയാൾ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോയിട്ടുള്ളതാണ്. ആ